ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പ്രൊമോ വീഡിയോ ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിശാലിന്റെ വീടാണ്. താൻ കുറെ നാളായി തന്റെ മനസ്സിൽ ഒരു ഭാരവും കൊണ്ട് നടക്കുകയാണെന്നും ഇനി ആ ഭാരം ഇറക്കി വെക്കാൻ സമയമായെന്ന് പറഞ്ഞിട്ട് ഗായത്രിയുടെ മരണത്തിന്റെ രഹസ്യം രാധികയോട് വെളിപ്പെടുത്തുകയാണ് ഗോപിനാഥ്. ഇതെല്ലാം കേട്ട് താങ്ങാനാകാതെ രാധിക അകത്തേക്ക് പോകുന്നു. അതേസമയം ഗായത്രിയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ ചെന്ന് താൻ ഈ ജീവിതം മടുത്തെന്നും അങ്ങോട്ടേക്ക് വരാൻ സമയമായെന്നൊക്കെ ഗോപിനാഥ് പറയുന്നു. പെട്ടെന്ന് തന്നെ ഗോപിനാഥ് തളർന്ന് താഴേക്ക് വീഴുകയാണ്. പിന്നീട് കാണിക്കുന്നത് ക്ഷേത്രത്തിൽ പോയി തിരികെ വരുന്ന അച്ചമ്മ ഈ കാഴ്ച കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. അങ്ങനെ അച്ചമ്മ അവിടെ നിന്ന് നിലവിളിക്കുമ്പോൾ എല്ലാവരും ഓടിയെത്തുകയും ഗോപിനാഥിനെ റൂമിലേക്ക് കൊണ്ടുപോയി കിടത്തുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് ഡോക്ടർ വരുന്നതാണ്. ഡോക്ടർ ഗോപിനാഥിനെ പരിശോധിച്ചിട്ട് പറയുകയാണ്, ഒരു MRI സ്കാനിന്റെ ആവശ്യമുണ്ട്. തലയിലോ മറ്റോ ബ്ലഡ് ക്ലോട്ട് ആയിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സ്കാനിങ് ചെയ്യണം. ഇതൊക്കെ കേട്ട് എല്ലാവരും വിഷമത്തോടെ ഇരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. വിശാലിന്റെയും അരവിന്ദന്റെയും മൊഴിയുടെ അടിസ്ഥാനത്തില് പാർവതിയെ സെല്ലിന്റെ പുറത്തേക്ക് ഇറക്കിക്കൊണ്ടുവരികയാണ്. തുടർന്ന് പാർവതി വിശാലിനോട് ചേർന്ന് നിൽക്കുമ്പോൾ പ്രതാപം കൊടുത്ത പരാതിയെല്ലാം ഒന്നുകൂടി വായിച്ചു നോക്കുകയാണ് ഡിവൈഎസ്പി. ഗോപിനാഥിന് ഇനി പഴയ പോലെ ജീവിതത്തിലേക്ക് തിരികെ വരാൻ സാധിക്കുമോ? വരും എപ്പിസോഡുകളിൽ കാത്തിരുന്നു കാണാം. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക.